പെട്ടെന്ന് പലരും പറഞ്ഞു ഭയങ്കര ലോങ് ആയിട്ട് ഉപദേശിക്കുന്നു. ഉപദേശങ്ങളൊന്നുമല്ല, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാട്ടോ. വേഗം പറഞ്ഞിട്ട് പോയിക്കോളാം, എല്ലാവരുടെയും ജോലി നടക്കണമല്ലോ, എൻ്റെയും. അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, എപ്പോഴും ഉണ്ടാവും, അത് കോമൺ ആണെന്ന് പറയുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് കോമൺ ആണ് എന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില എക്സാമ്പിൾസ് ഉണ്ട്. എനിക്ക് തോന്നിയ എക്സാമ്പിൾസ് എന്താ അറിയോ, നമ്മൾ ഈ മലനിരകൾ കാണത്തില്ലേ, മലനിരകൾ എങ്ങനെയാണ്, പൊക്കമുണ്ട് താഴ്ചയുണ്ട്, മല വരും താഴ്വാരം വരും, പിന്നെയും പൊങ്ങും താഴും, അങ്ങനല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മല ഇങ്ങനെ മതിൽ പോലെ ഇങ്ങനെ ഒറ്റ ലൈനായിരുന്നെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവുമായിരുന്നു? എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഭംഗി ഉണ്ടാവുമായിരിക്കും. അതേപോലെ തിരമാലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങും താഴും, വീണ്ടും പൊങ്ങും താഴും, അതിനല്ലേ ഭംഗി. നമ്മളൊക്കെ ബീച്ചിൽ പോയിട്ട് എന്താ പറയുന്നത്, എന്തൊരു ഭംഗിയാണ് തിര ഇങ്ങനെ അടിച്ച് വരുന്ന കാണാനെന്ന് പറയില്ലേ. അതേപോലെ ഒരു ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ ഭംഗി അറിയണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചാലേ പറ്റുള്ളൂ അല്ലേ. സോ അപ്പോൾ അവിടെയും രണ്ട് സൈഡുണ്ട്, പകലിനും ഭംഗിയുണ്ട് രാത്രിക്കും ഭംഗിയുണ്ട്. പക്ഷേ ആ രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ രാത്രികളിലും ഇല്ലെങ്കിലും, പക്ഷെ ഉള്ള രാത്രികളിൽ ആ ആകാശത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ രാത്രിയാവണം അല്ലേ. രാവിലെ നമുക്കതിൻ്റെ ഭംഗി അറിയില്ല, ചന്ദ്രൻ്റെ ഭംഗി അറിയില്ല. അതേപോലെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അതെല്ലാവർക്കും വരും. അപ്പോൾ ആ സമയത്ത് ഈ കുറച്ച് പൊക്കത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾ ആയിരിക്കണം. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ കിട്ടിയല്ലോ, സോ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. അതിന് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. താഴ്ചയിൽ വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമായിരിക്കും, ഓരോ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓരോ മനുഷ്യർക്കും അവരവരുടേതായ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ താഴ്ചയിൽ നിൽക്കുന്ന സമയത്ത് സാരമില്ല, ഞാൻ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാലോ ട്രാഫിക് ജാം ആയിപ്പോവും ഇല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ആൾക്കാരും സ്റ്റക്കാവും ഇൻ ദ സെൻസ് അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കേ പറ്റുള്ളൂ പലപ്പോഴും, എപ്പോഴും അല്ല എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയ്യോ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ആയിപ്പോയത്, എനിക്കെന്താ ഇങ്ങനെ വന്നത്, ഞാനെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും, ഇങ്ങനെ വിചാരിക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും നമുക്ക് തരില്ലടോ ഈശ്വരൻ. ഓരോ ആൾക്കാർക്കും പറ്റുന്നതേ അവർക്ക് സോൾവ് ചെയ്യാൻ കൊടുക്കുള്ളൂ. പറ്റാത്ത കാര്യം ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടു തരുള്ളൂ. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത് വരുന്നു നമുക്ക് തോന്നും, പക്ഷെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ എന്നൊന്ന് നമ്മളോട് പറഞ്ഞു നോക്കണം, ഒന്ന് വിശ്വസിച്ച് നോക്കണം. അങ്ങനെ ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു, ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ ദിസ്, ഞാൻ നോക്കട്ടെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. അത് പക്ഷേ അങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വളരെ കാമായിട്ട് ഇങ്ങനെ ടെൻഷനൊക്കെ അടിക്കാതെ, അതൊന്നും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല, എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. കാരണം ഓരോ ആൾക്കാരും ഓരോ സിറ്റുവേഷനിലാണ്, ഓരോ രീതിയിലാണ് അതിനെ എടുക്കുക. ഓരോരുത്തരുടെയും ടോളറൻസ് ഓരോ രീതിയിലാണ്, ഓരോ ലെവലിലാണ്. ചിലർക്ക് എക്സ്ട്രീമായിട്ടുള്ള പെയിൻ, എക്സ്ട്രീമായിട്ടുള്ള വിഷമങ്ങളെ സഹിക്കാനുള്ളൊരു ഇതുണ്ടാകും. ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം വരും. അതൊക്കെ ഡിഫറെൻറ്റ്, എല്ലാവർക്കും അതൊക്കെ ഡിഫറെൻ്റാണ്. പക്ഷേ നമ്മൾ ആ സിറ്റുവേഷനിലൊന്ന് കാം ഡൗൺ ആവാൻ നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്താൽ കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും അബൌട്ട് ദ സിറ്റുവേഷൻ. എന്താണ് സാഹചര്യം ആക്ച്വലി നമുക്കൊരു ഐഡിയ വേണ്ടേ ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാം ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കലക്ക വെള്ളത്തിൽ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ, ആ വെള്ളം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സെയിം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങളെ ഒന്ന് കൺവേ ചെയ്യാൻ. ഇപ്പം ഞങ്ങളുടെ അച്ഛൻ പറയും, ഒരു കാര്യത്തിനെ പറ്റി എങ്ങനെ ചിന്തിക്കുമ്പോഴാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ എന്തായാലും ഒരു കാര്യത്തിനെ പറ്റി നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. പക്ഷെ അത് ശരിയാവും, അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമുക്ക് സമാധാനിക്കാൻ എല്ലാ സിറ്റുവേഷനിലും. ഒരു ലൂപ്പ് ഹോൾ ഇപ്പം ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, എവ്രി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ പ്രോബ്ലം. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ഡെഫിനറ്റായിട്ടും. എല്ലാ കഥകളും കൂടി ഒരുമിച്ച് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകത്തില്ലേ, എവിടെ പോകും?
അല്ലേ? അപ്പോൾ ഒരു കഥ ഡെഫിനറ്റ്ലി തുറന്നിട്ടിട്ടുണ്ടാവും നമുക്ക്. പക്ഷേ നമ്മളത് സമാധാനമായിട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇതെവിടെയാ കഥ? നമ്മൾ നോക്കുന്നൊക്കെ അടഞ്ഞ കഥയിലോട്ടാണെങ്കിൽ എല്ലാം അടഞ്ഞു കിടക്കണമെന്ന് തോന്നും. എവിടെയോ ഒരിടത്തൊരു വെളിച്ചമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തുറന്ന് കിടക്കുന്ന കഥകൾ നമുക്ക് അറിയാൻ പറ്റും, ഇല്ലേ? അപ്പം നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതിന് ഇടയ്ക്കുള്ള ഫേസില്ലേ, എന്ന് വെച്ചാൽ ആ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലോട്ട് പോകാനുള്ള ആ ഒരു ഫേസിൽ അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കണം, അല്ലെങ്കിൽ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കണം എന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെ ഫാൻസി ആയിട്ടുള്ള വാക്കുകളായിരുന്നു. അതൊന്നും ബ്യൂട്ടിഫുൾ ആവണമെന്നില്ല. പക്ഷേ സമാധാനപരമായിട്ട് എങ്ങനെ ആ ഒരു ഫേസിനെ കടന്നു പോവാം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് ബ്ലൂ പ്രിൻ്റേ തരുള്ളൂ നമ്മുടെ ലൈഫിൻ്റെ, അല്ലേ? ആ ബ്ലൂ പ്രിൻറ്റ് തരുന്ന വീടിൻ്റെ പ്ലാൻ മാത്രം, അതേപോലെ ലൈഫിൻ്റെ പ്ലാൻ മാത്രമേ തരുള്ളൂ. ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. അതപ്പോൾ അത് എങ്ങനെ പോകണം, എങ്ങനെ പോകണ്ട, എത്ര ബ്യൂട്ടിഫുൾ ആക്കണം, ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചില വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അറിയില്ല, നല്ല ബ്രൈറ്റാണ് ആ വീട്. അതേപോലെ നമ്മുടെ ലൈഫിനെ ബ്രൈറ്റ് ആക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതും കൂടെ തീരുമാനിച്ചെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഇവിടെ ജോലി? ഒരു ജോലിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ബ്ലെസ്ഡായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു ലൈഫിന് അപ്സ് ആൻഡ് ഡൗൺസൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റട്ടെ. പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ്സ് എൻ ഓപ്പൺ ബുക്ക്. അതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ എത്രമാത്രം നോളജ് എടുത്താലും തീരില്ല, അത്രയ്ക്ക് പഠിപ്പിക്കാനുണ്ട് പ്രകൃതിക്ക്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കാണിച്ചു തരുന്നത്, പക്ഷേ അതിനകത്ത് വലിയ ലൈഫ് ലെസൺസ് ഒക്കെ കിട്ടും നമുക്ക്. അത്ര ബ്യൂട്ടിഫുള്ളാണ് പ്രകൃതി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ, എനിക്കും അങ്ങനെ പറ്റട്ടെ. എനിക്ക് എപ്പോഴൊന്നും അങ്ങനെ പറ്റില്ല, പക്ഷേ എന്നാലും മാക്സിമം അങ്ങനെ പറ്റട്ടെ. അപ്പോൾ ആ ഒരു ചെറിയ ഒബ്സർവേഷൻ പറയാനാണ് വന്നത്. അപ്പോൾ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഓക്കെ, ബൈ ബൈ.